നമസ്കാരം. ഇന്ത്യയോടുള്ള ട്രംപിന്റെ അമേരിക്കയുടെ അസ്വസ്ഥതകൾ പരസ്യമായ സന്ദർഭങ്ങളാണ് കടന്നു പോകുന്നത്. അധിക തീരുവ ചുമത്തുമെന്ന പ്രഖ്യാപനം നടപ്പാക്കിയപ്പോൾ ട്രംപിന്റെ തനി നിറമാണ് പുറത്തു വന്നത്. യുക്രൈൻ യുദ്ധം പരാമർശിച്ചാണ് ട്രംപിന്റെ ഈ ഒരു നീക്കം. ഇതോടെ നയതന്ത്ര തലത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഭിന്നത കുറെ രൂക്ഷമാവുകയാണ്. യുഎസിന്റെ അധിക തീരുവ ചുമത്തൽ നടപടി ഇന്ത്യൻ വ്യവസായത്തെ സാരമായി ബാധിക്കും എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. യുഎസ് ആഭ്യന്തര കയറ്റുമതി മേഖലകളായ തുകൽ, രാസവസ്തുക്കൾ, പാദരക്ഷകൾ, രത്നങ്ങൾ, മറ്റാഭരണങ്ങൾ, അതുപോലെ തന്നെ തുണിത്തരങ്ങൾ, ചെമ്മീൻ എന്നിവയെ 50% താരിഫ് ചുമത്തുന്നത് സാരമായിട്ടാണ് ബാധിക്കാൻ പോകുന്നത് എന്നാണ് വ്യവസായ വിദഗ്ധർ പറയുന്നത്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുന്നതിനുള്ള പിഴയായാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ 25% കൂടി അധിക തീരുവ ചുമത്തിയത്. ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് മൊത്തം തീരുവ 50% ഉയരുകയും ചെയ്തു. റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അമേരിക്ക അധിക തീരുവയോ പിഴയോ ചുമത്തിയിട്ടുണ്ട്. അതേസമയം ചൈന, തുർക്കി തുടങ്ങിയ മറ്റ് രാജ്യങ്ങൾ ഇതുവരെ അത്തരം നടപടികളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും ഉണ്ട്. അധിക തീരുവ വരുന്നതോടെ ഏതൊക്കെ വസ്തുക്കൾക്ക് വില കൂടും, ഏതൊക്കെ രീതിയിൽ അത് ബാധിക്കുമെന്ന് വിശദമായി നോക്കാം. കാർപ്പറ്റുകൾ 52.9%, വസ്ത്രനിർമ്മാണ ഉൽപ്പന്നങ്ങൾ 63.9%, തുണിത്തരങ്ങൾ, മേക്കപ്പ്, മറ്റ് വസ്ത്രങ്ങളെല്ലാം 59%, വജ്രങ്ങൾ, സ്വർണ്ണ ഉൽപ്പന്നങ്ങൾ 52.1%, യന്ത്രങ്ങൾ, മെക്കാനിക്കൽ ഉപകരണങ്ങൾ എന്നിവയ്ക്ക് 51.3%, ഫേർണിച്ചർ, കിടക്ക, മെത്തകൾ 52.3% എന്നിവയാണ് ഉയർന്ന തീരുവ ഈടാക്കുന്ന മറ്റ് വസ്തുക്കൾ. ജൂലൈ 31 പ്രഖ്യാപിച്ച 25% തീരുവ ഇതിനോടകം തന്നെ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. അധികമായി ചുമത്തിയിരിക്കുന്ന 25% തീരുവ ഓഗസ്റ്റ് 27 മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. ഇവ യുഎസിൽ നിലവിലുള്ള സ്റ്റാൻഡേർഡ് ഇറക്കുമതി തീരുവയ്ക്ക് പുറമേ ആയിരിക്കുമെന്ന് ഓർക്കണം. 2024-25 ഇന്ത്യയും യുഎസും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $131.8 ബില്യൺ ആയിരുന്നു. അതായത് $86.5 ബില്യൺ കയറ്റുമതിയും $45.3 ബില്യൺ ഇറക്കുമതിയുമാണ് ഉണ്ടായിരുന്നത്. 50% തീരുവയുടെ ഭാരം വഹിക്കുന്ന മേഖലകളിൽ തുണിത്തരങ്ങൾ, രത്നങ്ങൾ, മറ്റാഭരണങ്ങൾ, ചെമ്മീൻ, തുകൽ, പാദരക്ഷകൾ, രാസവസ്തുക്കൾ, ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ യന്ത്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. പുതിയ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ചെമ്മീൻ യുഎസ് വിപണിയിൽ വിലയേറിയതായി തീരുമെന്ന് കൊൽക്കത്ത ആസ്ഥാനമായുള്ള സീ ഫുഡ് എക്സ്പോർട്ടറും മെഗാമോഡയുടെ MD-യുമായ യോഗേഷ് ഗുപ്ത പറയുന്നുണ്ട്. ഇക്വഡോറിൽ നിന്ന് ഇതിനോകം തന്നെ വലിയ മത്സരം നേരിടുന്നുണ്ട് ഇന്ത്യ. കാരണം അവർക്ക് 15% മാത്രമേ താരിഫുള്ളൂ. അവിടെയാണ് ഇന്ത്യൻ മാർക്കറ്റ് 50%-ഓളം വരുന്നത്. ഇത് കാര്യമായിട്ടാണ് ഇന്ത്യയെ ബാധിക്കാൻ പോകുന്നതെന്ന് ചുരുക്കം. ഇന്ത്യൻ ചെമ്മീനിന് ഇതിനകം തന്നെ 2.49% ആന്റി ഡംപിംഗ് ഡ്യൂട്ടി, 5.77% കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്നിവയും ഉണ്ട്. ഈ 25%-ന് ശേഷം ഓഗസ്റ്റ് 7 മുതൽ തീരുവ 33.26% ആയിരിക്കും. ഇന്ത്യക്ക് 50% യുഎസ് താരിഫ് നിരക്ക് ഏർപ്പെടുത്തുന്നതിന്റെ പ്രതികൂല പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആശങ്കാകുലരാണെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസും അറിയിച്ചിട്ടുണ്ട്. ടെക്സ്റ്റൈൽ മേഖലയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിപണിയാണ് യുഎസ്. നിലവിലെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നതാണ് അധിക തീരുവ. ഈ നീക്കം ഇന്ത്യൻ കയറ്റുമതിക്ക് കനത്ത തിരിച്ചടിയാണെന്നും യുഎസ് വിപണിയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയുടെ ഏകദേശം 55%-യും ഇത് നേരിട്ട് ബാധിക്കുമെന്നും കമാൻഡ് ജ്വല്ലറിയുടെ MD കോളിൻ ഷാ പറയുന്നുണ്ട്. ഇന്ത്യ യുഎസ് ഉഭയകക്ഷി വ്യാപാര കരാർ നേരത്തെ അന്തിമമാക്കുന്നത് താരിഫ് വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കുമെന്ന് കയറ്റുമതിക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഇടക്കാല വ്യാപാര കരാറിനായി ഇന്ത്യയും യുഎസും തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഓഗസ്റ്റ് 25-ന് അമേരിക്കൻ പ്രതിനിധി സംഘം തുടർ ചർച്ചകൾക്കായി ഇന്ത്യയിലേക്ക് വരാനിരിക്കുകയാണ്. പക്ഷേ ചർച്ചകൾ പൂർത്തിയാകും മുൻപ് തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ ഒരു നീക്കത്തെ ഇന്ത്യ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് കണ്ടു തന്നെ അറിയണം. എല്ലാറ്റിലും ഉപരിയായി റഷ്യയുടെ നിലപാടും ഉറ്റുനോക്കുകയാണ് ലോകം.